കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കലിൽ റോഡിലൂടെ പോകാൻ പറ്റാത്ത തരത്തിൽ വെള്ളവുമായി വീട് പണിക്കെത്തിയ പിക്കപ്പ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മർദ്ദനത്തിൽ പരിക്കേറ്റ 2 യുവാക്കളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇടമുളയ്ക്കൽ കൈപ്പള്ളിമുക്ക് തുമ്പിക്കുന്ന് ഭാഗത്ത് വീട് പണിക്കായി പിക്കപ്പ് വാഹനത്തിൽ വെള്ളം കൊണ്ടുവന്നത് റോഡിൽ പാർക്ക് ചെയ്തത് കാരണത്താൽ ഇരുചക്ര വാഹനം പോലും റോഡിലൂടെ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയാണ് റോഡിന് നടുക്ക് പാർക്ക് ചെയ്തത്. ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ ഞെരുങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ആ ഗ്യാപ്പാണ് കായത്. ഇവിടുത്തെ വണ്ടി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി എന്നാണെങ്കിൽ കയറി വയലൻ്റ് ആവുകയും പിന്നെ പട്ടിയിൽ എടുത്ത് വെച്ചിട്ട് കൂടെ വന്ന പയ്യനെ അടിക്കുകയും പിന്നെ തുടർന്ന് ഞാൻ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ എന്നെ അടിക്കുകയും പട്ടിയിൽ കഷ്ണം വെച്ച് എന്നെ അടിക്കുകയും ഇവർ രീതിയെല്ലാം വേറെ രീതികളിലായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനാണെന്നെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കിയത്. അവിടെ അടിച്ച് ഒന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവറാണ് ആദ്യം പട്ടിയിൽ കഷ്ണം വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന പയ്യനെ അടിച്ചത്. അവൻ്റെ തലയടിച്ച് അവൻ്റെ ബോധം പോയി അപ്പോഴേ. പിന്നെ അതിനുശേഷം അപ്പോഴത്തേക്ക് ഞാനങ്ങനെ അങ്ങോട്ട് ചെന്നതും എന്നെ പുറയിൽ നിന്നും വന്നിട്ട് പട്ടിയിൽ കഷ്ണം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അനി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് എൻ്റെ തോളത്തടിച്ചത്. എൻ്റെ തോളലിന് പൊട്ടലുണ്ട്. അപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം. ഇനി ആണെന്നുണ്ടെങ്കിൽ പുല്ലൂർ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങോട്ട് പോയിട്ട് അവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം നീ നോക്കണമെന്നാണ് പറഞ്ഞത്. പുള്ളിയെ അവിടെ നിന്ന് ഇവിടെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് 6-7 സ്റ്റിച്ച് എങ്ങനെയുണ്ട് തലയ്ക്ക്. ബൈക്കിൽ അതുവഴി പോകാൻ വന്ന കൈപ്പള്ളിമുക്ക് സ്വദേശികളായ ഷാനവാസും റിയാസും ഇത് ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്ന് പിക്കപ്പിന്റെ ഡ്രൈവറായ ആഷിഖ് ഹുസൈനുമായി വാക്കുതർക്കമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ആഷിഖ് ഹുസൈനും സഹായിയായ പനച്ചിവിള സ്വദേശി അനിയും ചേർന്ന് പട്ടിയോൽ കൊണ്ട് യുവാക്കളുടെ തലയ്ക്കടിക്കുകയായിരുന്നു. അഞ്ചലിൽ നിന്നും പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിയാസും തോളലിന് പൊട്ടലേറ്റ ഷാനവാസും ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെ മർദ്ദിച്ച ആഷിഖ് ഹുസൈനും അനിക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.